ഇവളിനെ എങ്ങനെ നോക്കണമെന്ന് എനിക്കറിയാം. ചങ്കുറ്റുണ്ടാ നെഞ്ചിന് ഞാൻ പച്ചകുത്തില്ല ആതിരാവം. പക്ഷെ അവളെന്നെ തേച്ചിട്ട് പോയി. എന്നിട്ട് ഞാൻ കിടന്നുറങ്ങുമ്പോൾ രാത്രി കൂടി അവളുടെ ഷാളാണ് ഞാൻ പുറത്ത് കിടക്കുന്നത്. ഇപ്പൊ എന്റെ കെട്ടിയുണ്ട്, ഇവളുണ്ട്, എന്റെ പൊണ്ണുകുട്ടിയുണ്ട് ഇവിടെ. നീ എനിക്കില്ലെങ്കിൽ ഓടിപ്പുല്ലേ, എനിക്ക് ഒരെണ്ണത്തിനെ തന്നിട്ടുണ്ട് ഈശ്വരൻ എന്ന് പറഞ്ഞിട്ട് അവളുടെ മുഖത്ത് വെച്ചിട്ട് തന്നെ ഞാൻ ഇവൾക്ക് എന്ന്. എനിക്ക് പണമല്ല വലുത്, ഈ ഏട്ടന്റെ നല്ലൊരു മനസ്സില്ലേ, സ്നേഹമൊക്കെ ഉള്ളത്, അതിന് മാത്രം എനിക്ക് ഇതാവും. ഒരാണ് തെറ്റ് ചെയ്ത അത് എല്ലാ ആണുങ്ങൾക്കും ബാധിക്കും. ഈ ചെറിയ വീട്ടില് കിട്ടുന്ന ഞങ്ങൾക്ക് സന്തോഷമില്ലേ, അത് മതി, ഞങ്ങക്ക് ജീവിക്കണം. അപ്പൊ ആൾക്കാര് പറയണ്ടല്ലോ കമ്മിറ്റി എല്ലാത്തിനും ഇവള് ജോലിക്ക് പോകും, ഇവൾക്കൊരു സേഫ് ഉണ്ട് അവിടെ. എന്നോട് പെണ്ണില്ല, എന്നെ അടുക്കാൻ നോക്കിണ്ടേ എന്റെ തന്നെ നോക്കുക. ഇങ്ങനെ ഞാൻ കൈ വയ്ക്കുമ്പോ കൈ നോക്കുക, അപ്പൊ ഞാൻ കൈ എടുത്തു. കാരണം ഇപ്പോഴത്തെ കാലം അങ്ങനെയാണേ, ഒരു പെണ്ണിന്റെ ശരീരത്തിൽ തൊട്ട് കഴിഞ്ഞാൽ പീഡനക്കേസായി മാറും. ഇത്ര റിച്ച് ആകാൻ കാരണം ഈ ഫോൺ കൊണ്ട്. ദിലീപേട്ടൻ ബാത്റൂം പോണതും കൂടി ക്യാമറ എടുത്തിട്ട് ഇരിക്കുകയാണ്. ഇപ്പം ഈ കാലഘട്ടം ഭയങ്കര മോശമാണെന്ന് പറഞ്ഞല്ലോ. ഇൻസ്റ്റഗ്രാമിലൂടെ പ്രേമിക്കുന്നതും അത് കല്യാണത്തിലേക്ക് എത്തുന്നതൊക്കെ വളരെ അപൂർവം നടക്കുന്ന സംഭവമാണ്. ഇനിയിപ്പോൾ കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ അവർ വേറെ പല കാരണങ്ങളാൽ ചിലപ്പോൾ ഡിവോഴ്സിലേക്കെല്ലാം പോവാം. അപ്പം അങ്ങനെ ഒരു കാലഘട്ടത്തിൽ ഇങ്ങനെ ഇൻസ്റ്റഗ്രാമിലൂടെ പരിചയപ്പെട്ട് പ്രേമത്തിലാകുമ്പോൾ അങ്ങനെ ഒരു പേടിയൊന്നും ഉണ്ടായിരുന്നില്ല? ഇത് ചതി ആയിരിക്കോ എന്ന് ഒരിക്കലും അങ്ങനെ പേടിയൊന്നുമില്ല. അല്ല, അറിയാത്ത ഒരാളല്ലേ എന്തൊക്കെ പറഞ്ഞാലും. എന്നെ പേടിക്കുന്ന കാര്യമില്ലല്ലോ, ഞങ്ങൾ ഒരേ നാട്ടുകാരന്മാരാണ്. മൂന്നാമക്കം തന്നെ ഞാൻ ഇവളിനെ കാണാൻ വന്നു, ഇവിടേക്ക് തന്നെ വന്നു. ഞങ്ങൾ ഒരു ദിവസം കൊണ്ട് പരിചയപ്പെട്ടതിന്റെ ഇതിലാണ്. ആ ഒരു ദിവസത്തെ പരിചയത്തിന്റെ പുറത്താണ് ചേച്ചി? ഞാൻ നല്ലോണം ആലോചിച്ചു, പിന്നെ ആലോചിച്ചിട്ട് പിന്നെ ശരി പറഞ്ഞത് അങ്ങനെ നല്ലപോലെ ആലോചിച്ചു. എത്ര ദിവസത്തെ പരിചയം ഉണ്ടായിരുന്നു ആ സമയത്ത്, ഇറങ്ങി പോരുന്ന സമയത്ത്? ഇറങ്ങി പോരുക പറഞ്ഞാ അങ്ങനെയല്ല, ഇപ്പൊ എന്നെ കാണാൻ വേണ്ടി വന്നാണ്. അതൊരു ഇറങ്ങി വരിക എന്ന് പറയാൻ പറ്റില്ല. അല്ല, രാത്രി 11 മണിക്ക് വന്നില്ല? അത് ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ടാണ്. അപ്പൊ ഇവിടെ എന്റെ ഭാര്യയാണ്. ഓക്കെ. അപ്പൊ കല്യാണത്തിലേക്ക് എത്തുന്നതിന് മുൻപ്, കല്യാണം കഴിക്കാൻ സ്നേഹിക്കുന്ന സമയത്ത് ഞാന് തൃശ്ശൂർ പണിയാകുമ്പോ ഒരു ദിവസം ലീവ് എടുത്തിട്ട് ഞാൻ ഇവിടെ നെക്സ്റ്റ് ഒന്ന് കാണാൻ വന്നു. ആ ഒരു ദിവസത്തെ പരിചയമാണ് കല്യാണത്തിലേക്ക് എത്തിച്ചത്. എന്നിട്ട് ഞാൻ ഇവളുടെ വീട്ടിലെ ഞാൻ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഇവൾക്ക് വേണ്ടി കാത്തിരിക്കുക, എനിക്ക് വേറൊരു പെണ്ണ് വേണ്ട. ഇവളുടെ വിഷമങ്ങളും കാര്യങ്ങളും എല്ലാം അറിഞ്ഞിട്ടാണ് ഞാൻ ഇവൾ സ്വീകരിക്കാറുണ്ട്. 6 മാസം ഞാൻ കാത്തിരുന്നു, ജൂലൈ വരെ ഞാൻ കാത്തിരുന്നു. അതിന്റെ ശേഷം ഇവളുടെ മനസ്സിൽ നിന്ന് എന്നെ കളയാൻ വേണ്ടിട്ട് ഇവളുടെ ഒരു മൂത്ത ചേച്ചി നോക്കിണ്ടായിരുന്നു. എന്നിട്ടും കൂടി ഇവള് എന്നെ വേണ്ട ഏട്ടന് വേണ്ട വെക്ക്, വേറെ ആലോചന ഇതാക്കിയിട്ട് കല്യാണം കഴിപ്പിക്കാം. എന്നെ സ്നേഹിക്കുന്ന സമയത്ത് തന്നെ 2-3 ആലോചന ഇവൾക്ക് കൊണ്ടുവന്ന് കഴിഞ്ഞു. അപ്പൊ ഞാൻ ചിന്തിച്ചു, കാരണം നമ്മളിപ്പോ ചേച്ചിയാണെങ്കിൽ ശരി, നമ്മളിപ്പോ എന്താണ് എന്റെ ചേച്ചി, അപ്പോ കല്യാണത്തിന് ഇങ്ങനെ ആലോചിച്ചു അവര് തെരഞ്ഞെടുക്കുന്ന ചെക്കൻ നമ്മൾ കല്യാണം കഴിച്ചു വെച്ചാൽ നമ്മൾക്ക് എന്തെങ്കിലും പ്രശ്നമായാൽ ഞാനും കൊണ്ടാണ്ടിരിക്കുന്നത്, ഞാൻ അപ്പോഴേക്ക് മറുപടി ഞാൻ കൊടുക്കുന്ന ആളാണ്. അപ്പൊ ഞാൻ ഇങ്ങനെ മറുപടി കൊടുത്തു വെച്ചാൽ അവര് പറയും ഞാൻ കൊണ്ടുവന്ന ചെക്കനെല്ലാം നീ കല്യാണം കഴിച്ചു പറയും. അവിടെ നമ്മളിന്റെ പേര് പോയാ. അതുകൊണ്ട് ഞാൻ അത് ആലോചിച്ചിട്ട് ഞാൻ തെരഞ്ഞെടുക്കുകയാണ് ഈ ഏട്ടനെ. ഞാൻ തെരഞ്ഞെടുത്തത് ഒരിക്കലും മോശപ്പെട്ട ഒരാളല്ല, അത് തെളിയിച്ചു. അത് അവർക്ക് മനസ്സിലാവണില്ല. അത് മനസ്സിലാവണമെങ്കിൽ ഞാനല്ലേ കൂടെ ഇരിക്കുന്നത്, അപ്പൊ എനിക്കല്ലേ അറിയുള്ളൂ. അവർക്ക് ഇങ്ങനെ പറഞ്ഞാൽ മതി. ഏട്ടനെ കൂടെ പോയി വെച്ചാ അവളിനെ കൊല്ലുവോ എന്നൊക്കെ പറഞ്ഞു. ഞങ്ങൾ ഇത്ര വർഷങ്ങളായി, 3 വർഷമായില്ലേ, 3 വർഷമായി ഞങ്ങൾ ഇവിടെ വന്നിട്ട്. എന്നിട്ട് ഏട്ടൻ എന്നെ വീട്ടിൽ പോവുക, കൊല്ലുക ഒന്നും ചെയ്തിട്ടില്ല. പൊന്നു പോലെ നോക്കി. അപ്പൊ ഒരാണ് തെറ്റ് ചെയ്ത അത് എല്ലാ ആണുങ്ങൾക്കും ബാധിക്കും. അത് എല്ലാ ആണുങ്ങളും പറയേണ്ട കാര്യമില്ല. ഇവിടെ എത്രയോ ചേച്ചി ചോദിച്ചില്ലേ, വീട്ടുകാരിങ്ങനെ പറഞ്ഞപ്പോ ആദ്യത്തെ ആള് നിങ്ങൾ കണ്ടുപിടിച്ച് തന്നതല്ലേ? ചോദിച്ചപ്പോ അപ്പോഴും എന്നെ കുറ്റപ്പെടുത്തി, നീയല്ലേ കല്യാണം കഴിച്ചേ. അപ്പൊ അവർക്ക് എന്റെ നിശ്ചയം കഴിഞ്ഞ സമയത്ത് കുടിച്ചിട്ട് സംസാരിച്ചതും എല്ലാം അവർക്ക് അറിയാം. അവര് എന്നോട് പറഞ്ഞില്ല. ഞാൻ എന്നിട്ട് പറഞ്ഞു കല്യാണം കഴിഞ്ഞ സമയത്ത്, നിശ്ചയമല്ലേ കഴിഞ്ഞുള്ളൂ, കല്യാണം കഴിഞ്ഞിട്ടില്ലല്ലോ, അപ്പൊ പിന്നെ നിങ്ങൾ അങ്ങനെ ചെയ്യുന്നത് തെറ്റാണോ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ വീട്ടിൽ വന്നിരിക്കുമ്പോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു.
എന്നിട്ട് എന്നെ കുറ്റം പെടുത്തിയിട്ടുള്ളവര്. അപ്പം ഞാൻ ചിന്തിച്ചു, എൻ്റെ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞിട്ടും എനിക്കൊരു ആങ്ങളുണ്ടെങ്കിൽ ഞാൻ ചോദിക്കുമായിരുന്നു. പക്ഷെ അതിൻ്റെ പകരമാണ് എനിക്ക് എൻ്റെ ഏട്ടന് ഇപ്പോൾ കിട്ടിയത്. കാരണം എന്ത് കാരണം ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു വെച്ചാൽ ചോദിക്കാനും ഇതിനൊക്കെ ഏട്ടനുണ്ട്. അതൊരു സ്നേഹമുണ്ടല്ലോ, അതെനിക്ക് ഭയങ്കര ഇതാണ്. ഇപ്പം ചേട്ടൻ ജോലിക്ക് പോവാറുണ്ട് ഇപ്പോൾ? എൻ്റെ ജോലി എന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്രിയാണ്. ആക്രി പറഞ്ഞാൽ പെറുക്കാൻ പോവാ. അതായത് ഒരു 6 മണിക്ക് ഈ ഹൈവേ ആണിത്. ഇത് ഹൈവേ കൂടെ ഈ എക്സസൈസ് ചെയ്യുന്ന ആൾക്കാർ നടക്കാൻ പോകും. അപ്പം നടക്കാൻ പോകുമ്പോൾ ആൾക്കാർക്കായല്ലോ. അപ്പം അങ്ങനെ അനുസരിച്ചിട്ട് ഞാനിങ്ങനെ പെറുക്കാൻ പോകും. അപ്പോൾ ഒരു ദിവസം ഞാൻ എങ്ങനെയായാലും ഒരു 250 രൂപ അങ്ങനെ ഉണ്ടാക്കും. ആ 250 രൂപ കൊണ്ട് 100 രൂപ ഞങ്ങളുടെ ചിലവിന് പോയാലും ബാക്കി 150 രൂപ എടുക്കും. അങ്ങനെ എടുത്ത് വെച്ച് ഞങ്ങൾക്ക് ഒരു വീടൊക്കെ നോക്കാമെന്ന് വിചാരിക്കുമ്പോൾ 1 മാസമുള്ള എൻ്റെ കാലിന്ന് മുളിക്കിട്ട് ഉണ്ടായിരുന്നു. അതിന് കുറെ പൈസ പോയി. പിന്നെ മഴക്കാലം ഉണ്ടായിരുന്നു, അതിനൊക്കെ പൈസ പോയി. അപ്പോൾ മനുഷ്യൻ്റെ കാര്യമാണ്, നമുക്ക് എത്രത്തോളം പൈസ എടുത്തു വെച്ചാലും അത്രത്തോളം നമുക്ക് പറ്റുന്നില്ല. എന്താ എപ്പോഴാ സംഭവിക്കാന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. മനുഷ്യൻ്റെ കാര്യമല്ലേ. കുറെ സേവ് ചെയ്യാനൊക്കെ നോക്കി, അത് ജനങ്ങൾക്ക് അറിയില്ല. ഞങ്ങളുടെ പ്രശ്നങ്ങൾ പറയുമ്പോൾ അവരിപ്പോഴും പറയുന്നത് എന്താണ്, ഒരു നല്ലൊരു വീട് എടുക്കുക. അവർക്ക് അവിടെ ഇട്ട് മൊബൈല് പറയാൻ എളുപ്പമാണ്. പക്ഷെ അതിന്റെ വേദന ഞങ്ങൾക്കേ അറിയുള്ളൂ. അത് ഇവർക്കൊരു മൊബൈൽ ഉണ്ട്, ഇതുണ്ട് പറഞ്ഞാ എന്തും പറയാ, തോന്നിയാശം പറയാ, തെറി പറയാ. അത് അവന്റെ ഞങ്ങളുടെ കമ്പനി ബോക്സ് വന്നിട്ട് പറയണ ചിലവരുണ്ട്. പിന്നെ കാണാൻ വന്നിട്ട് അവര് മറുപടി കൊടുക്കുന്നുണ്ട്. നിങ്ങൾ നേരിട്ട് പോയി കണ്ടിട്ട് നിങ്ങൾ കമന്റ് ഇടുകയാണെങ്കിൽ കുഴപ്പമില്ല. അവരുടെ ഇതാണ് ഞങ്ങളുടെ വീട്. ഈ വീട്ടിൻ്റെ ഉള്ളിലാണ് ഞങ്ങൾ ഇരിക്കുന്നത്. ഞങ്ങൾക്ക് വലിയ ടെറസ് വീട് വേണം, വലിയ ഊട്ടുവര വേണം എന്ന് ഞങ്ങൾക്കില്ല. ഈ ചെറിയ വീട്ടിൽ കിട്ടുന്ന ഞങ്ങൾക്ക് സന്തോഷമില്ലേ, അത് മതി. ഇല്ല, ഞങ്ങൾക്ക് വേറെ ഒരു ഇതും വേണ്ട. ഇപ്പോൾ ഞാനിപ്പോ തന്നെ ഒരു സേഫ് ആയിട്ടുള്ള സ്ഥലം നോക്കിയിട്ടുണ്ട്. ഇവൾക്ക് സേഫ് ആയിട്ട് നോക്കി കഴിഞ്ഞാലും ഞാൻ തൊട്ടടുത്ത് പണിക്ക് പോയാലും അങ്ങനെ ജീവിച്ചാലും ഞങ്ങൾക്ക് മതി. ഇല്ല, ഞങ്ങൾക്ക് വലിയ ഇത് വേണം, എന്താ പറയാ, വലിയൊരു ടെറസ് വീട് വേണം, അങ്ങനെയൊന്നും ഞങ്ങൾക്ക് ചിന്തയില്ല. ഞങ്ങൾക്ക് ജീവിക്കണം, ഞങ്ങളുടെ മരണം വരെ ഞങ്ങൾക്ക് ജീവിക്കണം. അത് 10 രൂപ ഉണ്ടാക്കണം. ഇല്ല, പൈസ ഉണ്ടാക്കിയിട്ട് ഞങ്ങൾ എവിടെയെങ്കിലും കൊണ്ടുപോകണ്ട. സ്വന്തം വീടുള്ള ആൾക്കാര് മരിക്കുന്നു. ആ വീട് ഇപ്പൊ എങ്ങനെയായി, സർക്കാരിന് പോയില്ലേ? ആ വീട് ആർക്കും ഇല്ലാണ്ട് നഷ്ടപ്പെട്ട് പോയില്ലേ? അത്രേ ഉള്ളൂ മനുഷ്യന്മാരുടെ കാര്യം. അപ്പൊ ഉള്ളത്തെ കാലം വരെ നമ്മൾ സന്തോഷമായിട്ട് ഇരിക്കാൻ നോക്കുക. മറ്റുള്ളവരിനെ കുറ്റം പറയാതെ, ഞാൻ നിങ്ങളോടാണ് പറയുന്നത്. ഞങ്ങളുടെ കമന്റിൽ കയറിയിട്ട് കുറ്റം പറയാതെ നിങ്ങൾ മറ്റുള്ളവരുടെ കാര്യത്തിൽ ഒന്ന് ശ്രദ്ധിക്കുക. ചേച്ചി എന്തെങ്കിലും ജോലിക്കൊക്കെ നോക്കിയിട്ടുണ്ടോ? ചേച്ചി പോയതാണ്, അവള് പോയതാണ്. പിന്നെ എന്താ ഇപ്പൊ? പിന്നെ അതും പറയാ, ഞാൻ തൃശ്ശൂർ പണിയെടുക്കുമ്പോൾ കല്യാണം കഴിഞ്ഞ ശേഷം ഞാൻ ഒരു മാർക്കറ്റിൽ ഇവിടെ നിർത്തിയിട്ടുണ്ടായിരുന്നു, സൂപ്പർ മാർക്കറ്റിൽ നിർത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ 2 ദിവസം നേരെ അവള് നിന്നിട്ട് 3-ാമക്കം ഓണർ വന്നിട്ട് പറയുന്നത്, ഏതോ ഒരു അറിയാത്ത കുട്ടിനോട് ഇങ്ങനെ തോളി തട്ടിയിട്ട്, മോളെ നീ 2 ദിവസം കടയിൽ നിന്നോ, അത് കഴിഞ്ഞിട്ട് നീ എൻ്റെ വീട്ടു ജോലിക്ക് വന്ന് നിൽക്കട്ടാ. അതും ദേഹത്ത് കൈവച്ചിട്ട് തോളി തട്ടിട്ട് പറഞ്ഞ ഇതാണ്. കുറെ ഞങ്ങൾക്ക് അനുഭവം ഉണ്ടായിരുന്നു. അവിടെ നിന്ന് വേണ്ട ജോലി വേണ്ടായിട്ട് പിന്നെ ഒരു വീട്ടു ജോലിക്ക് ഞാൻ ഇവിടെ വിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനും ഇവളുടെ കൂടെ ഉണ്ടായിരുന്നു. അപ്പൊ രാത്രി സമയത്ത് ഇവള് നേള് പോലെ കണ്ടുകൊണ്ട് 2-3 തവണ കണ്ടുകയാണ്. ഇങ്ങനെയൊക്കെ ഞങ്ങൾക്ക് കുറെ അനുഭവങ്ങൾ വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് എൻ്റെ കുട്ടിയെ ഞാൻ എവിടെയും വിടാത്തത്. അപ്പൊ ആൾക്കാർ പറയണ്ടല്ലോ കമന്റിൽ എല്ലാത്തിലും, ഇവള് ജോലിക്ക് പോകുമെന്ന്. ഇവൾക്കൊരു സേഫ് ഉണ്ട് അവിടെ. നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ ആരെങ്കിലും? ഇപ്പൊ ഞാനിപ്പോ പണിക്ക് പോയി, ഇവള് ഒറ്റയ്ക്ക് അങ്ങോട്ട് എന്തെങ്കിലും ചെയ്തിട്ട് പോയിക്കിന്റെ ആർക്ക് പോയി? എനിക്ക് പോയി, എൻ്റെ പെണ്ണ് നഷ്ടമാവും. പിന്നെ ഞാൻ ഒറ്റയ്ക്ക് ജീവിക്കേണ്ടി വരും. ഇല്ലേ എനിക്ക് വേറെ പെണ്ണ് കിട്ടിയിരിക്കും. പക്ഷെ അതാണോ ജീവിതം? സ്നേഹിച്ച് പെണ്ണിനെ കൊലയ്ക്ക് കൊടുത്തിട്ട് മറ്റുള്ള പെണ്ണിനെ കെട്ടുന്നതാണോ ജീവിതം? ഈ ലോകത്തുണ്ട്. കല്യാണം കഴിഞ്ഞിട്ട് ഭാര്യ ഉണ്ടാകുമ്പോൾ വേറെ പെണ്ണിന്റെ കൂടെ പോണതും, ഇല്ല ഭർത്താവ് മറ്റേ പെണ്ണിന്റെ കൂടെ കെട്ടുന്നതും, അങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷെ എന്നെ അതിൽ കൂട്ടില്ല. ഞാൻ എൻ്റെ മനസ്സിൽ ഒരു പെണ്ണ് എന്തായി അതാ ഇവളാണ്. ഇപ്പൊ ഞാൻ തന്നെ ഇപ്പൊ സ്റ്റേ എടുത്ത് പോയി ഇരുന്ന് കഴിഞ്ഞാൽ എന്നെ ഇപ്പോഴല്ല,
ഈ ഈ 6-7 മാസം മുന്നേ എന്നെ ഒരു പെണ്ണ് ലൈനടിക്കാൻ നോക്കിണ്ടേ സ്റ്റേഡിയത്തിൽ വെച്ചിട്ടേ. ഞാൻ കല്യാണം കഴിഞ്ഞിട്ട് എന്നെ ലൈനാക്കി നോക്കിണ്ടേ. അങ്ങനെയാണ് ഇപ്പോഴത്തെ അവസ്ഥ. ആണുങ്ങളും മോശമാണ്, പെണ്ണുങ്ങളും മോശമാണ്. പറഞ്ഞിട്ട് എന്ത് കാര്യം? പക്ഷെ എനിക്ക് കല്യാണം കഴിഞ്ഞ് എന്റെ ഭാര്യ ഉണ്ടെന്ന് എനിക്ക് മാത്രമേ അറിയുള്ളൂ. ഒരു പെണ്ണ് എന്റെ അടുത്ത് വന്നിട്ട് എന്റെ തന്നെ നോക്കുക, ഇങ്ങനെ ഞാൻ കൈ വയ്ക്കുമ്പോ കൈ വന്ന് മുക്കുക, അപ്പൊ ഞാൻ കൈ എടുത്തു. കാരണം ഇപ്പോഴത്തെ കാലം അങ്ങനെയാണേ, ഒരു പെണ്ണിന്റെ ശരീരത്ത് തൊട്ട് കഴിഞ്ഞാൽ പീഡനക്കേസായി മാറും. അതുകൊണ്ട് നമ്മളായിട്ട് ഒതുങ്ങി മുക ചെയ്തു. അപ്പൊ ഈ ലോകം എല്ലാം ഞങ്ങള് ഇപ്പൊ കയ്യിലും കൂടി മുട്ടാൻ പറ്റാത്ത അവസ്ഥയാണ്. ഇപ്പൊ ബസ് പറഞ്ഞാൽ നമ്മളിപ്പോ തിരക്കുണ്ടെങ്കിൽ നമ്മൾക്ക് മുട്ടി അങ്ങനെയൊക്കെ ഉണ്ടാവും. അതിനൊക്കെ നമ്മൾ പ്രതികരിക്കാൻ നിന്ന് വെച്ചാൽ അത് തെറ്റല്ലേ? അത് അവര് അറിഞ്ഞുകൊണ്ടല്ലോ, തിരക്കും കൊണ്ട് അങ്ങനെയൊക്കെ ഉണ്ടാവും. അറിഞ്ഞിട്ട് മുട്ടുക പറഞ്ഞാൽ നമുക്ക് അത് ചോദിക്കാം. അറിയാണ്ട് മുട്ടുമ്പോൾ നമുക്ക് അത് പ്രതികരിക്കാൻ പറ്റും. ഇപ്പോ ഒരൊറ്റ ഈ മനുഷ്യന്മാരെ കാണുന്നവർക്കൊക്കെ ഒരൊറ്റ ഇതല്ലോ, ഒരു മൊബൈല് കയ്യിലുണ്ട്, എന്തും ചെയ്യാന്നുള്ള തീരുമാനമുണ്ട്. അത് തെറ്റാണ്. നമ്മള് ആദ്യം അവന്റെ കുടുംബം നോക്കുക. ഇല്ലെങ്കിലോ ഇതേ ഞങ്ങളെ വെച്ച് എത്രയോ പാവപ്പെട്ടവരുണ്ട്, അവരൊന്ന് ശ്രദ്ധിക്കുക. അവർക്ക് ഒരു നേരത്തെ ആഹാരം വാങ്ങിക്കൊടുക്കുക. മറ്റുള്ളവരെ കുറ്റം പറഞ്ഞു കളിയാക്കി പറയല്ല ചെയ്യുന്നു. അവർക്ക് ഒരു നേരം ആഹാരം അങ്ങനെ വാങ്ങി സന്തോഷമില്ലേ? അതാണ് നമ്മളിന്റെ മനസ്സിൽ. ഇത് എന്താണ്, ഒരു വീഡിയോ കണ്ടു അവന് കുറ്റം പറിച്ചുള്ളൂ, പക്ഷെ അടുത്ത വീഡിയോ വരുമ്പോ അവരിനും കുറ്റം പറിച്ചു. അവർക്ക് എന്ത് കിട്ടാൻ പോകും? നാണം കെടുത്തിട്ട് കൊച്ചിട്ട് എന്ത് കിട്ടാൻ പോകും? ഞങ്ങളുടെ വീഡിയോക്ക് തന്നെ എത്ര നാണം കെടുത്തിട്ടാണല്ലോ വരുന്നത്. പക്ഷെ അതിലൊക്കെ ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ട്. അത് മാറിപ്പോയിട്ടില്ല, വിട്ടുപോയിട്ടില്ല. അപ്പ ഞാൻ കൊടുക്കുന്നുണ്ട്. എന്റെ ഇൻസ്റ്റാഗ്രാം കണ്ടാ അറിയാലോ, അപ്പ ഞാൻ കൊടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ജനങ്ങൾക്കൊക്കെ ഞങ്ങളിന് ഇഷ്ടം. കാരണം ഞങ്ങൾ പ്രതികരിക്കുന്നുണ്ടല്ലോ. എന്തെങ്കിലും ആരെങ്കിലും അനാവശ്യം അയച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് അത് എടുക്കാൻ പറ്റില്ല. ഈ ഫോൺ ഇതാ എവിടെ ഫോൺ ഈ ഫോണാണ്, ഇതാണ് ഞങ്ങളുടെ കയ്യിലുള്ള. ഇതുകൊണ്ടാണ് ഞങ്ങൾ ഇത്ര റിച്ച് ആകാൻ കാരണം ഈ ഫോൺ കൊണ്ടാണ്. ഇത് പിന്നെ ഹാങ് ആവും ചെയ്യുന്നുണ്ട്. ഇതിൽ അങ്ങനെ ചെയ്യാനും പറ്റില്ല. കമന്റ് ഇട്ട് അവരുടെ പേര് വെച്ചിട്ട് അടിക്കാനും പറ്റില്ല. ഈ ലോകത്ത് ഉള്ളവൻ ഫുള്ളാര് കൊടുക്കണം പറയില്ല. ഇപ്പൊ ഞങ്ങക്ക് തന്നില്ലെങ്കിൽ കുഴപ്പമില്ല. ഈ ഉള്ളവര് ഈ പാവങ്ങളിനെയും കൂടി ഒന്ന് ശ്രദ്ധിക്കുക, ഇല്ലാത്തവരിനെയും കൂടി ഒന്ന് ശ്രദ്ധിക്കുക. ഒരു നേരത്തെ ആഹാരം വാങ്ങിച്ചു കൊടുത്താൽ അവർക്ക് സന്തോഷമില്ല മുഖത്ത്. അതൊന്ന് നോക്കുക. എന്തിനിങ്ങനെ ദ്രോഹിക്കാൻ വരേണ്ട കാര്യം എന്താണ്? അവർക്ക് ഇതേപോലത്തെ കൈയുണ്ടെങ്കിൽ ക്യാമറ ഉണ്ട് കൊണ്ട് അവർക്ക് എന്ത് തോന്നിയോ ചെയ്യാൻ വേണ്ടിട്ടാണ്. കഷ്ടമുണ്ട് നമ്മുടെ ഈ ലോകം ഇങ്ങനെ പോണെന്ന്. സത്യം പറഞ്ഞാൽ ഇതിനെ കുറിച്ചൊന്നും അറിയാത്തൊരു വ്യക്തിയാണ്. ഈ തെരുവിൽ വന്നപ്പോ എല്ലാം എനിക്ക് മനസ്സിലായി. ഈ ലോകത്തിനെ കുറിച്ചൊരു കംപ്ലീറ്റ് മനസ്സിലായി. പക്ഷെ ഞാൻ അതിനൊന്നും പ്രതികരിക്കില്ല. ഞാൻ എൻ്റെ പെണ്ണിനെ നോക്കുക, എൻ്റെ പെണ്ണിന് ജീവിതം അത് തന്നെയാണ്. ഞാൻ ഇവിടെ ചേറിട്ട് ഇരുന്നിട്ട് എൻ്റെ കണ്ണില് കാണുന്ന കാഴ്ചയാണ് ഇവിടെ. എങ്ങനെ ഉണ്ടാവും നമുക്ക് ലോകത്തിന്റെ കാര്യം? അങ്ങനെയുള്ളത്തെ അവസ്ഥയിൽ ഒരു പെൺകുട്ടികൾക്ക് നേരെ ഇറങ്ങാൻ പറ്റുമോ? ചേട്ടന്റെ ആദ്യത്തെ പ്രണയമാണോ? ആദ്യത്തെ പ്രണയമല്ല, ഞാനും രണ്ടാമത്തെ വിവാഹം തന്നെയാണ്. വേറെ ആദ്യത്തെ ഇന്റർവ്യൂവിൽ ഞാൻ പറഞ്ഞിട്ടില്ല. പക്ഷെ ഇപ്പൊ ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് കാരണം എന്താ പറഞ്ഞാൽ, ആ പെണ്ണ് എൻ്റെ ഭാര്യയെന്നും പറയാൻ പറ്റില്ല. അവൾ എന്നെ അത്രയും പറ്റിച്ചിട്ടുമുണ്ട്. എന്താ ചോദിച്ചു കഴിഞ്ഞാൽ, അവൾ എൻ്റെ അവിടെ 2 ദിവസം കഴിഞ്ഞിട്ടുള്ളൂ. ഞങ്ങൾ ഇതുവരെ ശാരീരിക ബന്ധമായിട്ട് ഒന്നുമില്ല. എന്താണെന്ന് കഴിഞ്ഞാൽ, ഞാൻ അപ്പോൾ എറണാകുളത്ത് ചെമ്മീൻ കമ്പനിയിൽ പണിയെടുക്കുകയായിരുന്നു. അപ്പോൾ ഇവളും അവിടെ വർക്കിന് വന്നിട്ടാണ്. അവളുടെ പേര് ഞാൻ പച്ചക്ക് പറയാം, അവളുടെ പേര് ആതിര. ഇടുക്കിയിലാണ് അവളുടെ പേര്. അവളും ഇതേപോലെ ഇൻസ്റ്റാഗ്രാമിലും പല ഫേമസ് ഒക്കെ തന്നെ. പക്ഷെ എനിക്ക് ഇവന്റെ കഥകൾ അറിയില്ല. പക്ഷെ ആ പെണ്ണിന് വേറെ വിവാഹം കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ചെറുപ്പക്കാരൻ ചെക്കനാണല്ലോ. എൻ്റെ കഴുത്തിൽ ഒരു ചങ്ങലയും ഇതൊക്കെ കണ്ടപ്പോൾ ചെക്കൻ ചുള്ളനാണ്, അവനെ സ്നേഹിക്കാൻ. എന്നിട്ട് എന്നെ സ്നേഹിച്ചു. എന്നിട്ട് എൻ്റെ വീട്ടിലേക്ക് വന്നു. അങ്ങനെ കല്യാണം കഴിച്ചു. അത് 2 ദിവസം എൻ്റെ കൂടെ ഇരുന്നിട്ടുള്ളൂ. പക്ഷെ ഞങ്ങൾ തമ്മിൽ ഒരു ഇതും ഉണ്ടായിരുന്നില്ല. എന്നിട്ട് അവള് ഞാൻ എൻ്റെ വീടൊക്കെ കണ്ട ശേഷം പണമുള്ള ടീം എന്നെല്ലാം വന്നപ്പോൾ വേറെ വേണ്ടവർ പോയി. എന്നിട്ട് ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ കൊല്ലത്ത് പിന്നെ പണിക്ക് പോയി. അവിടെ വെച്ചാണ് ഞാൻ അവളോട് അവസാനമായിട്ട് കണ്ടത്. പിന്നെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഇപ്പോൾ 6 വർഷമായി അവള് ഇതായിട്ട്. അവളിന് വേണ്ടിയിട്ട് ഞാൻ പച്ച വരെ കുത്തിയില്ല. അതൊന്ന് കാണിക്കോ?
ഇത് ഞാൻ വായിച്ചു. ഇവളെ കല്യാണം കഴിച്ചപ്പോൾ അവളുടെ പേര് വേണ്ട വേണ്ടി ഇത് വായിച്ചു. പക്ഷെ നെഞ്ചിന് ഞാൻ പച്ച കുത്തിയില്ല. ആതിരാവണ്ട് നെഞ്ചിന് ഞാൻ പച്ച കുത്തിയില്ല. പക്ഷെ അവൾ എന്നെ തേച്ചിട്ട് പോയി. അതൊക്കെ കാരണം എൻ്റെ ഏട്ടനും എൻ്റെ വീട്ടുകാർക്ക് എന്നോട് വെറുപ്പായി. ഇപ്പൊ ഞാൻ രണ്ടാമത് കല്യാണം കഴിച്ചില്ലേ, അത് അവർക്ക് താങ്ങാൻ പറ്റാത്ത കാര്യമായി. പക്ഷെ അവളിനെ എൻ്റെ അമ്മ ഏറ്റെടുത്തിട്ടുണ്ടായിരുന്നു, ഇവളിനെ അതുപോലെ ഏറ്റെടുത്തു. പക്ഷെ അത് എൻ്റെ ഏട്ടന് വലിയ ഷോക്കായി മാറി. ഞാൻ ഇങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞപ്പോൾ അവനൊരു ഷോക്കായി. അവനെയും തെറ്റുന്ന കാര്യമൊന്നുമില്ല, ആരായാലും അങ്ങനെ തോന്നും. ഇതുവരെ എൻ്റെ ഏട്ടനെയും ഞാൻ കുറ്റപ്പെടുത്തിയില്ല, എൻ്റെ അമ്മനെയും അച്ഛനെയൊന്നും കുറ്റപ്പെടുത്തില്ല. ഞാൻ ചെയ്ത് തെറ്റ് തന്നെ. പക്ഷെ ഈ പെണ്ണ് എന്നെ ചതിച്ചതാ. ഈ പെണ്ണിന് വേറെ കല്യാണം കഴിഞ്ഞിട്ട് അവരും ഡൈവേഴ്സിന് വേണ്ടി നിൽക്കുക ഒരു പെണ്ണായിരുന്നു. പക്ഷെ അവർക്ക് എന്നെ കല്യാണം കഴിച്ചാൽ അവർക്ക് നഷ്ടപരിഹാരം കിട്ടില്ല എന്ന് പറഞ്ഞിട്ട് എന്നെ അവള് വേണ്ട വെക്കുകയായിരുന്നു. അവള് എന്നെ വേണ്ട വെക്കുകയായിരുന്നു. ഞാൻ പറഞ്ഞു ഈ കുട്ടീനെയും നിന്നെയും ഞാൻ ഏറ്റെടുക്കാം എന്ന് ഞാൻ പറയുകയും ചെയ്തു. പക്ഷെ എന്നെ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ അവരുടെ കേസ് നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ, ഡൈവേഴ്സ് നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. എന്നെ വേണ്ട വെച്ച് കഴിഞ്ഞാൽ അവൾക്ക് കിട്ടേണ്ട നഷ്ടപരിഹാരം കിട്ടില്ലേ, ഒരു 3-4 ലക്ഷം കിട്ടുന്നില്ലാണ്ടാവില്ലേ. അപ്പൊ അവർക്ക് എന്ത് തോന്നി, എന്നെ അങ്ങനെ വേണ്ട വെക്കണം. ഇപ്പോഴും എൻ്റെ പഞ്ചായത്ത് അവളുടെ പേരും എൻ്റെ പേരുമാണ്. അങ്ങനെയും അത്രയും വിഷമം. എന്നിട്ട് എന്നെ ഈ സങ്കടത്തിന് ഞാൻ അത്രയും സങ്കടം വന്നിട്ടുണ്ട്, എനിക്ക് സങ്കടം വന്നിട്ടുണ്ട്. എന്നിട്ട് ഞാൻ കിടന്നുറങ്ങും കൂടി രാത്രിയും കൂടി അവളുടെ ഷാളാണ് ഞാൻ പൊളിച്ച് കിടക്കുക. ഇപ്പോഴില്ല, ഇപ്പൊ എന്റെ കെട്ടിയ ഇവളുണ്ട്, എന്റെ പൊന്നു കുട്ടിയുണ്ട് ഇവളുണ്ട് എനിക്ക്. അവള് കാരണം ഞാന് ആദ്യം ഭ്രാന്തോലക്കായി. എന്നിട്ട് അവളുടെ ഷാള് പൊളിച്ച് കിടക്കുമ്പോ എന്റെ ഏട്ടൻ പറയും, ഇവനെന്റെ ഭ്രാന്താണ്, എന്താ അവളുടെ ചിന്തയാ തന്നെ ഇരിക്കുന്നത്, അവനോട് പണിക്ക് എന്ന് പറഞ്ഞു. പക്ഷെ എന്റെ വിഷമം എനിക്കറിയുള്ളൂ. പക്ഷെ അത് എൻ്റെ അമ്മയ്ക്കും അറിയാം, എൻ്റെ അമ്മയും കൂടി കണ്ടു. എന്നിട്ട് എൻ്റെ അമ്മയാണ് എന്നെ അങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കി എന്നെ പഴയ കടയ്ക്ക് തൃശ്ശൂർ പറഞ്ഞതാണ്. എൻ്റെ അവിടുത്തെ വർക്കും കാര്യങ്ങളും എൻ്റെ ഓണർ എനിക്കൊരു ഐഫോൺ തന്നു. ആ ഐഫോണിലാണ് ഞാൻ പിന്നെ ഇവളിനെ പരിചയപ്പെടുന്നത്, ഇവളിനെ സ്നേഹിക്കുന്നത്, കല്യാണം കഴിക്കുന്നത്. ഒരിക്കൽ പറ്റിക്കപ്പെട്ടതുകൊണ്ട് ഇനിയും പറ്റിക്കപ്പെടുവോ എന്നുള്ളൊരു പേടി ഉണ്ടായിരുന്നു, തോന്നിയില്ലായിരുന്നു. പക്ഷെ ഇവള് എന്നോട് ഓപ്പണായിട്ട് കാര്യം പറച്ചിലില്ലേ, അതാണ് എനിക്ക് മനസ്സിൽ തട്ടിയത്. ഇവളും എന്നോട് ഓപ്പണായിട്ട് കാര്യം പറഞ്ഞു, ഞാനും ഇവളിനോട് ഓപ്പണായിട്ട് കാര്യം പറഞ്ഞു. എനിക്ക് ഇങ്ങനെ ഒരു ഇതുണ്ടായിരുന്നത്, അതുപോലെ ഇവളും എന്നോട് ഓപ്പണായിരുന്നു. സ്നേഹമില്ലേ, ഇതുവരെയായിട്ട് ഇവൾ എന്നോട് നോണ പറഞ്ഞിട്ടേ ഇല്ല. അതുപോലെ ഞാനും, അതാണ് സ്നേഹം. ഇല്ല എന്തൊക്കെയോ കാട്ടിക്കൂട്ടിയിട്ട് പറ്റിച്ചിട്ടും ഇല്ല നോണ പറഞ്ഞിട്ടും അതാണ് ഒരു സ്നേഹം. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറയാ, സംസാരിക്കുക, എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചേർത്ത് പിടിക്കുക, അതാണ് സ്നേഹം. ഇല്ല പണത്തിന് വേണ്ടിയിട്ട് പറ്റിക്കുന്ന ഈ ലോകത്ത് നടക്കാത്തുണ്ട്. 3 ആള് വരെ കല്യാണം വെച്ചത് ഇല്ലേ, ഇല്ല കുട്ടിനെ വെച്ചിട്ട് ഉള്ള ആണ്ടോടെ പോണവരില്ലേ. ഞങ്ങൾ ചെയ്ത് എന്ത് തെറ്റാണ്? ഇല്ല, തെറ്റൊന്നുമില്ല. അത് മറ്റുള്ളവർക്ക് അത് മനസ്സിലാകാൻ പറ്റുന്നില്ല. ഇപ്പൊ ലോകത്ത് എന്തൊക്കെ നടക്കുന്നത് ഒന്നും വേണ്ട. ഈ തെരുവിലൊരു അമ്മ കിടക്കുന്നത്, ആ അമ്മനെയും കൂടി വെറുതെ വിട്ടിട്ടില്ല, ഈ കള്ളു കുടിച്ചിട്ട് വന്നിട്ട് അയാക്രമോ. അപ്പൊ ഞങ്ങള് ഈ ചെയ്തത് ഒരു തെറ്റും ഞങ്ങക്ക് തോന്നിയില്ല. പക്ഷെ എനിക്ക് അവളെ കാണണം എന്നൊക്കെ ഉണ്ടായിരുന്നു, കണ്ട് 2 വാക്ക് പറയണം എന്നൊക്കെ ഉണ്ടായിരുന്നു. കണ്ടു കഴിഞ്ഞാൽ എന്തായിരിക്കും പറയാൻ പോകുന്നതെന്ന് ഈ വീഡിയോയിൽ പറഞ്ഞു. കണ്ടു കഴിഞ്ഞാൽ ഒന്നേ ഞാൻ പറയുള്ളൂ, കാരണം നീ എനിക്കില്ലെങ്കിൽ ഓടി പുല്ലേ, എനിക്ക് ഒരെണ്ണത്തിനെ തന്നിട്ടുണ്ട് ഈശ്വരൻ എന്ന് പറഞ്ഞിട്ട് അവളുടെ മുഖത്ത് വെച്ചിട്ട് തന്നെ ഞാൻ ഇവൾക്കതാ എന്ന് ഒരു ഉമ്മ. അവള് മനസ്സിലാക്കണം, ഒരാണായാലും പെണ്ണായാലും അത് മനസ്സിലാക്കുന്ന കാര്യമാണ്. അത് അവർക്ക് ഒരു പണത്തിന് പിന്നാലെ പോകരുത്. അവരുടെ നല്ലൊരു മനസ്സ്, സ്നേഹിക്കാനുള്ള മനസ്സ്, അതിന് പിന്നാലെ നമ്മൾ നോക്കുക. ഏത് വീടായിരിക്കട്ടെ, ചായപ്പേരിയായിരിക്കട്ടെ, ഓടായിരിക്കട്ടെ, ടെറസ് സീറ്റായിരിക്കട്ടെ, നമ്മൾ അതല്ല നോക്കണ്ടേ. നമ്മളിനെ സ്നേഹിക്കാനുള്ള മനസ്സുണ്ടല്ലോ, അത് മാത്രം നമ്മൾ നോക്കുക. വീടിലല്ല കാര്യം, അവരുടെ മനസ്സാണ്, അതാണ് നമ്മൾ നോക്കേണ്ടത്. അല്ലാണ്ട് ഈ പണത്തിന്റെ മീതെ നമ്മൾ പരുന്ത് പറക്കാന്ന് കേട്ടിട്ടുണ്ട്. അതേപോലെ നമ്മൾ പോകുന്നത് അത് ശരിയല്ല. ഞാൻ അതാ പറയുന്നത് എല്ലാവരുടെ അടുത്തും. ചിലര് പണം കണ്ടിട്ടായിരിക്കും ആണുങ്ങളെ സ്നേഹിക്കുക, പക്ഷെ അങ്ങനെ ഒരിക്കലും പാടില്ല. കാരണം
ഇവർക്ക് പണമില്ല എന്ന് അറിഞ്ഞാൽ ചില പെണ്ണുങ്ങൾ വിട്ടിട്ട് പോകുന്നുണ്ട്. പക്ഷെ ഞാൻ അങ്ങനെയല്ല, എനിക്ക് പണമല്ല വലുത്. ഈ ഏട്ടൻ്റെ നല്ലൊരു മനസ്സില്ല സ്നേഹമുള്ളത്, അതിന് മാത്രമേ എനിക്ക് ഇതാവുള്ളൂ. പക്ഷെ ഈ പറഞ്ഞ് നമ്മൾ 2026 എന്താ നേടാനുള്ള ആഗ്രഹം എന്ന് ചോദിച്ചപ്പോൾ ഇവർക്ക് സേഫ്റ്റി കൊടുക്കണം എന്ന് പറഞ്ഞു. ഈ പറഞ്ഞ സേഫ്റ്റി പണം ഉണ്ടെങ്കിൽ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ലേ? അതെ, പക്ഷെ ഈ പണം ഞാൻ കുറച്ച് ഉണ്ടാക്കുന്നുണ്ട്. പൈസ വേണം ഇല്ലയെന്ന് ഞാൻ പറഞ്ഞില്ല. പക്ഷെ ഈ പണത്തിൻ്റെ മുകളിലും പരുന്ത് പറക്കില്ല എന്നുള്ള കഥ കേട്ടിട്ടുണ്ട്. പൈസ നമ്മൾ പണിയെടുത്ത് ഉണ്ടാക്കണം, എന്നിട്ട് വേണം ഇവളൊരു സേഫായിട്ടുള്ള സഞ്ചരിക്കുക എന്ന് ഞാൻ ആഗ്രഹിച്ചുള്ളൂ. ഇല്ല ഇപ്പോൾ പണമില്ലാണ്ട് നമുക്ക് ജീവിക്കാൻ പറ്റുമോ? നമുക്ക് ഒരു കടയിൽ പോയി ആഹാരം വാങ്ങിക്കാൻ വെച്ചാൽ അവിടെ പൈസ കൂടുണ്ട്. പണത്തിന് പണം തന്നെ വേണം. അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. നല്ല മനസ്സുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ നാട്ടിൽ ജീവിക്കാൻ പറ്റില്ല. അല്ല, പണത്തിന് പണം തന്നെ വേണം. അങ്ങനെ ജീവിക്കാം. പക്ഷെ ഈ പണത്തിന് വേണ്ടിട്ട് സ്നേഹിക്കരുത് എന്നാ പറഞ്ഞത്. ഈ പണത്തിന് പണം തന്നെ വേണം. ഈ പണം കൊടുത്തിട്ട് ഈ സ്നേഹം വാങ്ങിക്കില്ലേ, അത് പണം കണ്ടിട്ടായിരിക്കും അവര് സ്നേഹിക്കുന്നത്. അങ്ങനെ ഒരിക്കലും പാടില്ല. നമ്മള് ഇപ്പൊ നമുക്കിപ്പോ 10 രൂപ തരികയാണെങ്കിൽ ആ 10 രൂപ തരുന്നതിന്റെ മനസ്സ് നമുക്കറിയോ? ഈ പാവയ്ക്ക് ഇപ്പൊ 10 രൂപ കൊടുത്തളാപ്പ, ഞാൻ 10 രൂപ എങ്ങനെ ഉണ്ടാക്കുന്ന അറിയോ എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. ഇപ്പൊ പിച്ച എടുക്കാൻ ഇപ്പൊ ഒന്നും വേണ്ട. ഇപ്പൊ പിച്ച എടുക്കാൻ ആൾക്കാർ പിച്ചെന്ന് വരുന്നില്ലേ, അവര് എന്ത് വേണ്ട കൊടുക്കുന്നത്? എന്നാ വേണ്ട സ്നേഹത്തോടെ കൊടുക്കുന്നത്, എന്നാ കൊണ്ടുപോ എന്നാ വേണ്ട കൊടുക്കുന്നത്. കാരണം അതന്നെ പറഞ്ഞത്. അപ്പൊ അവർക്കൊരു പുച്ഛം തോന്നില്ലേ? അപ്പൊ ഈ പണത്തിന് മുകളിലും പരുന്ത് പറക്കില്ല പറഞ്ഞ പോലത്തെ ഒരു കച്ചവടം പോയി. ഞാനും കുറെ അനുഭവിച്ചിട്ടുണ്ട്, അത്രയും വിഷമിച്ചിട്ടുണ്ട് ഞാൻ. എന്നിട്ട് ഞാൻ ചാകാൻ വരെ ഞാൻ പോയിട്ടുണ്ട് ഈ പെണ്ണ് കാരണം. അതൊക്കെ ഞാന് കുത്തിയിട്ട് തിന്നവനാണ്. ആത്മഹത്യ ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. ഞാൻ ചെയ്തിട്ടുണ്ട്. ഞങ്ങളുടെ അവിടെ പുറയുണ്ട്, ഞാനൊരു കുന്നുപോലെ സ്ഥലം, അവിടെ പോയിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ എനിക്ക് തെറ്റുപറ്റി. എന്നിട്ട് ഇതിന്റെ കൂടെ വെല്ലം ഇട്ട് തിന്നാലേ ചാവുള്ളൂ എന്ന് പറഞ്ഞിട്ട്, ഇത് വെറുതെ തിന്നു കഴിഞ്ഞാൽ കസ്കുള്ളൂ, ചാവില്ല, അത് ഛർദിച്ച് കളയും. പക്ഷെ അങ്ങനെ വെറുതെ തിന്നപ്പോ ഞാൻ ഛർദിച്ചു, ചത്തില്ല. അപ്പൊ ഈ വെല്ലം ഇപ്പൊ വെല്ലം കൂട്ടി ചെന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ഇപ്പൊ സ്വർഗത്തിൽ നിന്ന് ഇരിക്കുന്നുണ്ടാവും. ഇങ്ങനെ നമ്മൾ നേരത്തെ പറഞ്ഞ ബസ്സിലെ വിഷയത്തിലുള്ള ആളെ പോലെ ആയിപ്പോയിണ്ടാവും. ഇതാണ് പറയുന്നത്, നമ്മളെന്തെങ്കിലും മണ്ടത്തരം ചെയ്യേണ്ട കാര്യം. ഇപ്പൊ ഞാനിപ്പോ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ മരിച്ചുപോയ ആളും എനിക്കും എന്ത് വ്യത്യാസമുണ്ട്? അപ്പൊ അതിന് നമ്മള് പൊരുതി ജീവിച്ച് ഇതുവരെ വന്നതാണ്. അത് കാരണം ഒരാളാണ്, ഒരേ ഒരാള്, അതാണ് എൻ്റെ അമ്മ. എന്നെ തിരിച്ച് കൊണ്ടു വരുത്തിയ എൻ്റെ അമ്മ. പിന്നെ രണ്ടാമത്തത് ഇതാ എൻ്റെ ഭാര്യ. ആദ്യം ഞാൻ അത്രയും അവളുടെ പേരിൽ സങ്കടപ്പെട്ടിരിക്കുമ്പോൾ എൻ്റെ അമ്മ എനിക്ക് സത്യം ഉണ്ടായിരുന്നില്ല. ഇപ്പം എൻ്റെ അമ്മ എൻ്റെ കൂടില്ല, ഇപ്പം എൻ്റെ സത്യം ഇവളാണ്. അപ്പം അതാണ് നമ്മുടെ കൂടെ ഒരു ബലവും സത്യം ഉണ്ടെങ്കിൽ ഏർപ്പാട്ടേയും ജയിക്കണം. അതല്ലേ ജീവിതം. ഇല്ല ഏതൊരു പെണ്ണ് അവന് വേണ്ട വെച്ചിട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം പഴയ കളയുന്നത് എന്തിനാണ്? നമുക്കൊരു ജീവിതം ഉണ്ടാവുകൊണ്ട് ജീവിക്കുക. എന്നെ ഒരു പെണ്ണ് പോയതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. കാരണം അങ്ങനത്തെ ഉള്ള പെണ്ണുങ്ങളാണ് ഈ പെൺകുട്ടികളെ മാനക്കെടുത്താൻ നാണകം നിർത്തുന്നത്. അപ്പത്തോടെ ഞാൻ വിചാരിച്ചാണ് എനിക്ക് പെണ്ണും വേണ്ട പടക്കോളും വേണ്ടാണ്. പക്ഷെ ഇവളെന്നെ സ്നേഹിക്കുന്ന സമയത്ത് ഇവളുടെ കഥകളും എല്ലാം കേട്ടപ്പില്ലേ ഞാൻ നിന്നെ വിട്ടു പൂലടി എന്ന് പറഞ്ഞിട്ട് സ്നേഹിച്ചുള്ളൂ. ഇതുവരെ ഞാൻ ഇവളുടെ കൂടെ ഉണ്ട്. നമുക്ക് ലാസ്റ്റ് ആയിട്ട് ഞാനൊരു ടാസ്കും കൂടി തരാം. നിങ്ങളുടെ എല്ലാവരെയും ഏറ്റെടുത്ത ഒരു ഡയലോഗ് ഇല്ലേ, ആ ഒരു ഡയലോഗ് കൂടി ഒരു പ്രാവശ്യം കൂടി നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ചെയ്തുകൊണ്ട് നമുക്ക് വൈകിട്ട്. ഇവളിനെ എങ്ങനെ നോക്കണമെന്ന് എനിക്കറിയാം. ചങ്കുറ്റുണ്ടാ നെഞ്ചത്ത്, ചങ്കുറ്റുണ്ടാ നെഞ്ചത്ത്. ഇതിന് എനിക്ക് ആരിന്റെ ഓസാനും വേണ്ട, മനസ്സിലായില്ലേ? ശരിക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ ഇങ്ങനെ പ്രതികരിക്കുക അല്ലെങ്കിൽ തെറി വിളിച്ചതിന് ശേഷമാണ് ഫോളോവേഴ്സിന്റെ എണ്ണം? ഇതുവരെ തോന്നിയില്ല, ഇതുവരെ എനിക്ക് തോന്നിയിട്ടില്ല. കാരണം ഞാൻ വിഷയത്തേക്ക് വരാം, സമയം ഉണ്ടല്ലോ അല്ലേ? കുഴപ്പമില്ല, പെട്ടെന്ന് ഞാൻ വിഷയത്തേക്ക് വരാം. ആദ്യം തന്നെ ഞങ്ങൾ റിച്ചാൻ കാരണം ദിലീപേട്ടനെ ചൊല്ലിയിട്ടാണ്. ഇപ്പോൾ ദിലീപേട്ടനെ ഈ കേസ് വന്നപ്പോൾ, കോടതി വിധി വന്നപ്പോൾ ദിലീപേട്ടൻ കുറ്റക്കാരനല്ല വന്നത് വെളി വന്നു.
അങ്ങേര് 8-9 വർഷം വരെ അത്രയും അനുഭവിച്ചു. എന്നിട്ട് ദിലീപേട്ടൻ കുറ്റക്കാരനല്ലാണ്ട് വെളിയിറങ്ങി വന്നു. അപ്പോൾ ഈ ദിലീപേട്ടനെ പുച്ഛിച്ചവരും പെണ്ണുപിടിയനാണ് പറഞ്ഞവരും നാണിച്ചവരും ഒക്കെ ഇപ്പോൾ ദിലീപേട്ടനെ അംഗീകരിച്ച് മാപ്പ് പറയാൻ പോകും. അപ്പം കോടതിയല്ലേ തെളിയിക്കേണ്ടത്? എന്തിനു ചോദ്യം കോടതിയില്ലേ? അത് കോടതിയെ കുറ്റക്കാരനല്ലാണ്ട് വെറുതെ വിട്ടു. അപ്പം അങ്ങേരിനെ പോയി കാല് പിടിക്കുമോ എന്ന് പറഞ്ഞപ്പോൾ അതിലാണ് ഞാനിങ്ങനെ ആരംഭിച്ചത്. അതുവരെ ഞങ്ങൾ തുടങ്ങിയിട്ടില്ല. അപ്പം അതിലിങ്ങനെ പറഞ്ഞപ്പോൾ തെറി പറയാൻ തുടങ്ങിയപ്പോൾ ഞങ്ങൾ ഈ ഡയലോഗ് കൂടി പറഞ്ഞപ്പോൾ ഈ ഡയലോഗ് ഹിറ്റായി. ഹിറ്റായി. കാരണം എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ് ദിലീപേട്ടൻ്റെ മൂവി ഇറങ്ങിയ ദിവസം തന്നെ ഞാൻ ആ സിനിമ കണ്ടിരുന്നു. പിന്നെ കണ്ടോന്നാ, ഞങ്ങൾ രണ്ടുപേരും കൂടി കണ്ട് ഇൻസ്റ്റാഗ്രാമിൽ ഉണ്ടല്ലോ, പോയി കണ്ട് പടം ഗംഭീരാക്കി വെക്കും. ഏറ്റവും ഇഷ്ടപ്പെട്ട പടം ഏതാ ദിലീപേട്ടന്റെ? അങ്ങനെ ചോദിച്ചാൽ പറയാൻ പറ്റില്ല. എല്ലാ സിനിമയും ഇഷ്ടമാണ്. എല്ലാ സിനിമയും കാണും. അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ദിലീപേട്ടൻ പറഞ്ഞത് ജനങ്ങളുടെ ജനപ്രിയ നായകനാണ്. ആള് എന്ത് റോളും ചെയ്യും. ആള് നമ്മുടെ കമലഹാസനെ പോലെയാണ്. ആൾക്ക് എന്ത് റോളും ചെയ്യാൻ പറ്റും. കമലഹാസൻ പോലെ വിക്രം, അതുപോലെ തന്നെ ദിലീപേട്ടൻ. ഇപ്പോ നമ്മുടെ കുഞ്ഞിക്കുനെ നമ്മുടെ ലാലേട്ടൻ ചെയ്ത് എങ്ങനെ ഉണ്ടാവും? അപ്പൊ അതൊക്കെ തന്നെയാണ് നമ്മുടെ ഈ ലാലേട്ടനെ തൊട്ട് കളിക്കണ്ട, ലാലേട്ടൻ വേറെ ലെവലാണ്. ലാലേട്ടനെ നമുക്ക് ഇഷ്ടം തന്നെ ഇല്ല പറഞ്ഞില്ല. പക്ഷെ റോൾ ചെയ്ത പക്ഷെ ലാലേട്ടനെ പോലെ ദിലീപേട്ടൻ ചെയ്താലും അത് പറ്റില്ല, ദിലീപേട്ടനെ പോലെ ലാലേട്ടൻ ചെയ്താലും പറ്റില്ല. ഓരോ നടന്മാർക്കും ഓരോരോ കഥകളും വേഷങ്ങളും ഉണ്ട്. പക്ഷെ എന്താ പറയാ, ദിലീപേട്ടന് ജനപ്രിയ നായകൻ എന്ന് വന്നത് നമ്മുടെ കേരളക്കാരെ കൊടുത്ത പേരാണ്. വേറെ ആരും കൊടുത്തതല്ല, നമ്മളെ തന്നെ ജനപ്രിയ നായകൻ വിളിച്ചതാണല്ലോ. അപ്പൊ ഇത്രയും ടൈം നമുക്ക് വേണ്ടി സ്പെൻഡ് ചെയ്ത നമ്മുടെ മഞ്ജു ആൻഡ് സുനിത ചേച്ചിക്ക് ഭയങ്കര താങ്ക് യു. ഒന്നും കൂടി എനിക്ക് പറയാനുണ്ട്. എന്താ വെച്ചാൽ ഈ മീഡിയക്കാരനോടും കൂടി ഒന്ന് പറയാനുള്ളൂ, ദയവായിട്ട് ഇനി ദിലീപേട്ടൻ്റെ പുറകിൽ പോയിട്ട് ടൈം വേസ്റ്റ് ചെയ്യരുത്. ഈ മുട്ടയൊക്കെ ദിലീപേട്ടന് അത്രയും, ദിലീപേട്ടൻ ബാത്റൂമിൽ പോണതും കൂടി ക്യാമറ എടുത്തിട്ട് ഇടുകയാണ്. ഇപ്പോഴും കൂടി ദിലീപേട്ടനെ പിന്തുടർന്നിട്ടാണ് പോകുന്നത്. എന്തിനാ നിൽക്കുന്നത്? അങ്ങേര് കുറ്റക്കാരനല്ല പറഞ്ഞിട്ട് കോടതി വെറുതെ വിട്ട വ്യക്തിയല്ലേ. എന്നിട്ടും നിങ്ങൾ മീഡിയക്കാർ എന്തിനാ നിങ്ങൾ വെറുതെ അയാളുടെ പുറകിൽ വിട്ടുന്നത്? അയാൾക്കുള്ളതല്ല ഒരു ഫാമിലി. അതൊന്ന് ചെയ്യാതെ ഇരിക്കും, എനിക്ക് അത്രയും പറയാനുള്ളൂ. ഈ പാവപ്പെട്ടവരുണ്ട്, അവരിനെ പോയിട്ട് ഷൂട്ട് ചെയ്തിട്ട് നിങ്ങൾ 10 പൈസ ഉണ്ടാക്കി. ഈ പാവപ്പെട്ടവരുണ്ട്, അവർക്ക് പോയിട്ട് ഒരു നേരത്തെ ആഹാരം കൊടുത്തിട്ട് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യ്. ഇല്ലെങ്കിൽ ഞങ്ങളെ വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യ്. ഇല്ല, പാവം പിടിച്ച ആളിനെ പോയിട്ട്, ഒരു തെറ്റും ചെയ്യാത്ത ആളിനെ പോയിട്ട് വെറുതെ ആയിട്ട് ചെയ്യരുത്. എനിക്ക് അത്രയും പറയാനുള്ളൂ. ഓക്കെ, നമസ്കാരം.